നമ്മളിപ്പോൾ ഇരിക്കുന്നത് മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിലാണ്, 6ാമത്തെ വർഷം. അപ്പോൾ ഇനി നിങ്ങൾ എന്താ കാണാൻ പോകുന്നത് നോക്കിയേ. ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? പപ്പറ്റ് ഷോ. എല്ലാവർക്കും അറിയാലോ പപ്പറ്റ് ഷോ. അപ്പം നമുക്ക് വേണ്ടി ഇത് ആരാ ചെയ്തു തരുന്നതെന്നറിയോ? ശ്രീ കൃഷ്ണകുമാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. അദ്ദേഹം കഴിഞ്ഞ 36 വർഷമായിട്ട് ഈ പപ്പറ്റ് ഷോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലേ ഇഷ്ടമല്ലേ? ക്ലേ. അപ്പോൾ അദ്ദേഹം ക്ലേ ആർട്ടിങ്ങിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സമരം എന്നൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമുക്കൊരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് തുടങ്ങിയാലോ? പാടിക്കോ. ഓങ്കാല ഓങ്കലവേ ഓങ്കലവേ ലപ്പോമാ, ഓങ്കാല ഓങ്കലവേ ഓങ്കലവേ ലപ്പോമാ. അയ്യോ, ഞാൻ തനിയെ പാട്ട് പാടാറില്ല, നിങ്ങൾ കൂടെ പാടണം. പാടില്ലേ? ഓങ്കാല ഓങ്കലവേ ഓങ്കലവേ ലപ്പോമാ. ഒരു 200 പേരുടെ ശബ്ദം കൂടെ കേട്ടാൽ എനിക്ക് സന്തോഷമായേനെ. എന്നാ ഉറക്കം പാടിക്കോ. ഓങ്കാല ഓങ്കലവേ ഓങ്കാല ഓങ്കലവേ ഹില്ലിപ്പക്കും മേലെ ഹോലേ ഹോലേ. ഓങ്കാല ഓങ്കലവേ ഓങ്കലവേ ലപ്പോമാ. ഹില്ലിപ്പക്കും മേലെ ഹോലേ ഹോലേ. അണ്ണാറ കണ്ണ 90 വാല. പിള്ളേരൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അവര് കഴിച്ചിട്ടുണ്ടെന്നേ അവർക്ക് ചെറിയ ഒരു പരിഭ്രമം കാണും. താൻ പാടിക്കോ. അണ്ണാറ കണ്ണ 90 വാല, മിണ്ടാണ്ടിരുന്ന ഹോലേ ഹോലേ. എല്ലാരും വായ ഹോലേ ഹോലേ. ഓ, നാട് മുഴുവൻ നന്നാക്കി നന്നാക്കി അടിയന് നിന്ന് ഇച്ചിരി കാറ്റ് കൊള്ളാൻ മരത്തണല് പോലും ഇല്ല. എന്നാലും ഇതെല്ലാം പൂത്തു തളിർക്കുന്ന ഒരു കാലം വരും. അതിനല്ലേ വർഷാവർഷം 6ാമത്തെ സീസണിലും മുടങ്ങാതെ നമ്മൾ എന്ത് തുടങ്ങുന്നതേ? പറഞ്ഞേ, ഉറച്ചു പറ. ആൽഫബേറ്റ്സ്. കൈയുയർത്തി തലയാട്ടി പാട്ട് പാടി പറയണ ആൽഫബേറ്റ്സ്. പോരാ 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 പോരാ, ശക്തി പോരാ ശക്തി പോരാ. ആൽഫബേറ്റ്സ്. താങ്ക് യു. തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം. ഏറുമാടം നോക്കി നിൽക്കും നമുക്ക് നമ്മുടെ വയലില്, ഏറുമാടം നോക്കി നിൽക്കും നമുക്ക് നമ്മുടെ വയലില്. തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം. തേക്കുപാടുമേറ്റുപാടും നമുക്ക് നമ്മുടെ വയലില്, തേക്കുപാടുമേറ്റുപാടും നമുക്ക് നമ്മുടെ വയലില്. തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം തന്ദിനം ദിനം. കൂട്ടുകാരെ, ഞങ്ങൾ മേഘങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഇഷ്ടമുണ്ട്. പക്ഷേ മണ്ണിൽ നിങ്ങൾ നിരന്തരമായിട്ട് കത്തിക്കുമ്പോൾ ഞങ്ങൾക്ക്
സഞ്ചരിക്കുമ്പോൾ വളരെ തടസ്സമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. കത്തിക്കുന്നതും വലിച്ചെറിയുന്നതും കുറയ്ക്കണം കേട്ടോ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അതിനേക്കാൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മനസ്സിലായോ? മനസ്സിലായോ? എങ്കിൽ പാടിക്കോ. തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം. പഴയതുപോലെ മണ്ണിൽ കിളയ്ക്കുവാൻ കഴിയുന്നില്ല. കാരണം എല്ലായിടത്തും നിങ്ങൾ വേസ്റ്റ് കൊണ്ടുപോയി തള്ളുകയാണ്. ഒരാൾ ഒരു മിഠായി കടലാസ് എന്ന കണക്കിന് ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും കൂടി കടലാസ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എത്ര കടലാസ് വരും? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നാളേക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഉണ്ട്. പാടാം പാടാം. തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം തന്ദിനം ദിനം താനിനം ദിനം തനദിന ദിന തന്ദിനം. യെസ്, താങ്ക് യു. നമ്മുടെ കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണം ഏതാ? ഇവിടെ ഇത്രയും കഥാപാത്രം ഉണ്ട്, പേരെഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്? ബാലഭൂമി ഉണ്ട്. ബാലഭൂമിയിൽ ഫിലൗട്ടുകൾ വരാറുണ്ട്. എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യാം. റെഡിയാണോ? റെഡിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടെന്നല്ലേ. ആ, അഞ്ജലി ചേച്ചി ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരാളിവിടെ ഉണ്ട്. ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂം, ഉമ്മ പരീക്ഷയോടത്ത് നിങ്ങൾ ഇന്നെ വിളിക്കണ്ട, ഞാനൊന്ന് പഠിച്ചോട്ടെ. ഉമ്മു കുൽസൂം, ഉമ്മാന്റെ കുട്ടി, ഉമ്മാനൊന്ന് ഹെൽപ്പ് ചെയ്യേ. എൻ്റെ ഉമ്മ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ അത് എപ്പോഴെപ്പോഴും പറയല്ലേ. ഉമ്മു കുൽസൂം, എൻ്റെ റബ്ബേ, എന്നെ പുറത്തിറങ്ങിയാൽ അപ്പോ കല്യാണം വേണ്ടേ കല്യാണം വേണ്ടേ ചോദിച്ചു കൂടുന്ന ആ വല്യപ്പണ്ട് കാത്തിക്കണം. മുകിൽസോ, അവിടെ നിൽക്കേ, നമ്മളൊന്ന് ചോദിക്കട്ടെ. അല്ല, കല്യാണം കഴിക്കുന്ന അത്ര വലിയ കുഴപ്പ? വലിയ കുഴപ്പമൊന്നല്ല ഉപ്പൂപ്പ. പിന്നെന്താ? എനിക്ക് പഠിച്ച് എന്തെങ്കിലും സ്വന്തമായിട്ട് ജോലി കിട്ടുന്ന ഒരു കാര്യം ചെയ്യണം. അത് നല്ല കാര്യമാണ്. സ്വന്തമായിട്ട് അധ്വാനിച്ച്, സ്വന്തമായിട്ട് പഠിച്ച്, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമ്പാദിക്കുന്ന ഒരാളല്ലേ. സമ്പാദ്യം എൻ്റെ അറിവ് തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഈ രണ്ട് കാലില് എൻ്റെ നട്ടെല്ല് വളയ്ക്കാതെ നിൽക്കാൻ പറ്റണമല്ലോ. അതൊക്കെ പറ്റും. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഒന്നല്ലാത്ത ഈ പ്രായത്തില് കല്യാണം കഴിച്ചാൽ നടക്കൂല. പിന്നെ എനിക്ക് വല്ലാത്ത തലവേദനയാണ് ഉപ്പൂപ്പ, എപ്പോഴും. അത് മരുന്ന് കഴിച്ചാൽ മാറും. ഉപ്പൂപ്പാൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ, അതൊക്കെ മരുന്ന് കഴിച്ചാൽ മാറിക്കോളും. ഇല്ല ഉപ്പൂപ്പ, അതൊന്നും മരുന്ന് കഴിച്ചിട്ട് മാറുന്ന് തോന്നണില്ല. ഉമ്മുകുൽസോ, ഉമ്മുകുൽസോ, എൻ്റെ സ്വപ്നങ്ങള്, എൻ്റെ ഇഷ്ടങ്ങള്, എൻ്റെ ആഗ്രഹങ്ങള് അതൊക്കെ നടക്കോ പൂപ്പ? നടക്കും, നടക്കും. മുകുൽസോ, 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 കുട്ടിയെ, മുകുൽസോ, മോളെ, മോളെ, മുകുൽസോ. റബ്ബേ, റബ്ബേ, ഒന്നും ആയില്ല, ഒന്നും ആയില്ല. ഞങ്ങളുടെ ഉമ്മുകുൽസു ഈ നാട്ടിൽ നിന്ന് മുഴുവൻ
ആൺകുട്ടിക്ക് ഒരു ശക്തിയാവോള വാക്ക് റബ്ബേ ഒന്ന് തിരിച്ചു കൊണ്ട കുട്ടിയെ. അല്ല ഉമ്മുക്കുലുസ് മരിച്ചന്നു രാത്രിയിൽ ഉമ്മ തനിച്ച് പുറത്തു നിന്നു. അന്ന് ഉമ്മുക്കുൽസുവിന്റെ ഉമ്മ ഉറങ്ങിയില്ല, പുറത്തു നിന്നു. കാരണം മഴ പെയ്യല്ലേ. ആ ഉമ്മുക്കുൽസ് എപ്പോഴും തലയിൽ വെച്ച് ആഘോഷാക്കണേ ഹോളുടെ തലപ്പാവ്. മഴ പെയ്യല്ലേ, ഇതൊന്ന് നന്നാക്കി കൊടുക്കാൻ പറ്റിയില്ല എൻ്റെ ഉമ്മുക്കുൽസുവിന്. മഴ പെയ്യല്ലേ, മഴ പെയ്യല്ലേ. ആ കാറ്റേ, കുഞ്ഞിക്കാറ്റേ, പതുക്കെ പതുക്കെ പോയിക്കോ. പറ്റെങ്കിൽ ആ മഴേനെ ഒന്ന് നാട് കടത്തിക്കളാം. അപ്പേ പള്ളിപ്പറമ്പിലെ ഇത്തിരി പോരം മണ്ണില് അവിടെ മാത്രം മഴ പെയ്യാഞ്ഞാ മതിയായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടെ ഈ പുള്ളിക്കൊടയും ചൂടി ഉമ്മുക്കുൽസു നടന്നു പോണം എന്ന് ഓൾ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ സാധിച്ചില്ലല്ലോ. മഴ പെയ്യണ്ടാണോ? പെയ്യല്ലേ മഴ. കുട്ടിയെ, ഇതുകൊണ്ടൊന്നും ഉമ്മാന്റെ കുട്ടീന്റെ മേലും മഴ പെയ്യാതെക്കൂല. പക്ഷേ ഇതിനേക്കാൾ വലിയ ഒരു പുള്ളിക്കൊട, സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ, കരുതലിന്റെ ഒരു പുള്ളിക്കൊട, നല്ലൊരു പുള്ളിക്കൊട ഉമ്മയടക്കം എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകോ. ഇതല്ല പുള്ളിക്കൊട, ഇതിനേക്കാൾ വലിയൊരു പുള്ളിക്കൊട. ആ പുള്ളിക്കൊട കിട്ടാനാണ് നമ്മുടെ ഇവിടെയും വന്നത്. എന്നാൽ ഇരിക്കല്ലേ കുറച്ചു നേരം കൂടെ. അപ്പം ഇതുപോലെയുള്ള കവിതകളും കഥകളും പറയാൻ നമുക്കിതേപോലെ നമ്മുടെ കൂടെ പപ്പറ്റുകൾ ഉണ്ടാവും, പാവകൾ ഉണ്ടാവും. ശ്രമിക്കൂലേ? ഈ കവിത റഫീഖ് അഹമ്മദ് സാറിൻ്റെ കവിതയാണ്, തോരാമഴയാണ്. പഴയ പുസ്തകത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു. അടുത്ത പാവനാടകം കണ്ടാലോ? ആരും റെഡി? നമ്മൾ ഒന്നായി നിന്നോളി, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. റെഡിയല്ലേ? ഒത്തുപിടിച്ചോളിൻ, നമ്മൾ ഒന്നായി നിന്നോളിൻ. ഒത്തുപിടിച്ചോളിൻ, നമ്മൾ ഒന്നായി നിന്നോളിൻ. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. മാനത്തൂടെ പോകാൻ റെഡിയാണോ? മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ എല്ലാവരുടെ ശബ്ദം കേട്ടില്ല. മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ മാനത്തെത്ര നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിൻ. ഒത്തുപിടിച്ചോളിൻ, നിങ്ങൾ ഒന്നായി നിന്നോളിൻ. ഹലോ, ഹാപ്പിയാണോ? എങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ഒന്ന് കൈയടിച്ചാലോ? കൂട്ടുകാരെ,
ഞാൻ ഈ കിങ്ങിണിക്കാട്ടിലെ ഒരു പ്രജ മാത്രമാണ്. എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു കുഞ്ഞൻ മുയലുണ്ട്. നിങ്ങൾക്ക് അവനെ കാണണോ? അവനങ്ങ് ദൂരെ കരമന വരെ ഒരു ടൂർ പോയേക്കുക. ഇപ്പൊ വരും. അപ്പോഴേ അവൻ വരുമ്പോ എന്നെക്കുറിച്ച് ചോദിക്കും. അപ്പൊ നിങ്ങൾ കണ്ടില്ലെന്ന് പറയണം കേട്ടോ. പറയൂലേ? പറയൂലേ? പിന്നെ അവൻ ഈ വെള്ളം കുടിക്കാൻ നോക്കും. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കല്ലേ കുഞ്ഞാ എന്ന് പറയണം. പറയൂലേ? ശരി, എന്നാ തുടങ്ങിയാലോ? ദേ വരുന്നുണ്ട്, ആ വഴി അതിലേ വരുന്നുണ്ട്. നമുക്ക് അവനെ സ്വീകരിക്കാം. ഞാൻ ഒളിച്ചിരിക്കുക കേട്ടോ. ഹലോ, ദേ വരുന്ന് നമ്മളെ കുഞ്ഞൻ. അവനോട് വെള്ളം കുടിക്കരുതെന്ന് പറയണം കേട്ടോ. പറയൂലേ? എന്റെ കൽബിലെ വെണ്ണിലാവ് നല്ല പാട്ടുകാര, തട്ടമിട്ട് നമ്മളെ കാത്തു വെച്ചൊരു മുല്ലമൊട്ടിലൂറും റും അത്രൊന്നു വേണ്ടി. കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുരങ്ങേട്ടനെ കണ്ടിരുന്നോ? ഇല്ലേ? എങ്കിലൊന്ന് വിളിച്ചു നോക്കാം അല്ലേ? വിളിക്കാം അല്ലേ? കുരങ്ങേട്ടാ, നിങ്ങളല്ല കുരങ്ങന്മാരെ വിളിച്ചത്, എൻ്റെ കുരങ്ങേട്ടനെയാണ്. കുരങ്ങേട്ടാ, കുരങ്ങേട്ടോ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ലേ? ഉറപ്പാണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? എവിടെയാണ്? ഇവിടെ എവിടെ? എവിടെ? ഇവിടെ നോക്കണ പൊട്ട. How are you? I am fine. What about you? What about you? സലാക്കി ബലാക്കി സങ്കട സക്കാക്കി എന്ന് പറഞ്ഞ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ കുഞ്ഞാ ABCD. ഇതെന്ത് ഭാഷ? ഇതല്ലേ കുരങ്ങേട്ട ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഇപ്പൊ ഇങ്ങനെയൊക്കെയായോ? ആവും കുരങ്ങേട്ട. എന്തൊക്കെയാ കുരങ്ങേട്ട വിശേഷങ്ങള്? ഓ, ഒന്നും പറയണ്ട. ഞാനേ നിന്നോടുള്ള കോട്ടും വെട്ടി പിണക്കത്തിലാ. ഇതെന്ത് പിണക്കം? ചിലപ്പോ അങ്ങനെയും പിണക്കം കാണുമായിരിക്കും. ചേട്ടാ പോണേക്ക. അയ്യോ, എന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നേ. ഇല്ലടാ, നല്ല വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പറ്റുമോ? ചേട്ടാ എന്നോട് പിണങ്ങല്ലേ. ഓ, അതൊന്നും സാരമില്ല, ഞാനിപ്പോഴും പിണക്കത്തിൽ തന്നെ. ഇനിയിപ്പോ എന്തു ചെയ്യും? നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണ്, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണ്. കേട്ടോ പോടേക്ക. ഒരു വഴിയുണ്ട്, അതങ്ങ് ചെയ്യാം. ഒരു വഴി ചെയ്യാനിങ്ങ് വാ, ശരിയാക്കി. ഇപ്പോ ചേട്ടന്റെ പിണക്കവും ക്ഷീണവും ഒക്കെ മാറിയില്ലേ? പിന്നല്ലാതെ നമുക്ക് ഈ മനുഷ്യരെ പോലെ ഒത്തിരി സമയം കടങ്ങിരിക്കാൻ പറ്റുമില്ല. അതില്ല ചേട്ടാ, എന്നോട് പിണങ്ങല്ലേ. ശരി, അപ്പോൾ പിണക്കൊക്കെ മാറിയില്ലേ? അപ്പോൾ എനിക്കിത്തിരി പഴങ്ങളൊക്കെ താ. ഞാൻ പോയിട്ട് പെട്ടെന്ന് പഴങ്ങളൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. കുഞ്ഞാ, ഓ കുട്ടികളെ, ഈ കുഞ്ഞൻ വികൃതിയാണ്. അവൻ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കണം കേട്ടോ. ആ, നിങ്ങൾ ശ്രദ്ധിക്കൊന്നും വേണ്ട, ഞാൻ ഇത്തിരി വെള്ളയെ കുടിക്കൂ. പാടില്ലേ? അതെന്താ? കുഴപ്പമാണോ?
എല്ലാവരും കൂടെ പറയാത്തത് കൊണ്ട് ഞാൻ ഇത്തിരി കൂടെ കുടിക്കും. നിങ്ങളുടെ പറച്ചിലൊരു ശക്തി പോരാ. ശരി, കുറച്ചുകൂടെ കുടിക്കട്ടെ. വല്ലാത്ത ദാഹവും പരവേശവും. തപ്പില്ലല്ലോ. എങ്കിൽ ഒരു പാട്ടോടെ പാടിയാലോ? പാറക്കിട്ടടി പാറക്കിട്ടടി ഏലോലയ്യ ഏലോലോ ഞെട്ടട്ട പാറ പൊട്ടട്ട പാറ പൊടിയട്ട പാറ. ആ അമ്മ അമ്മ വേലേ അമ്മ കേട്ടൊന്ന് വിളിക്ക് മക്കളെ, ഒന്നുകൂടെ ഉറക്ക വിളിക്ക്. എന്തു പറ്റി? എന്തു പറ്റി? ആണോ? പിന്നെ എന്താടാ? എനിക്ക് കിടക്കേണ്ട മടിയിൽ തല വെച്ച് കിടക്കണം. അതിനെന്താടാ? കിടക്കാലോ. ചേട്ടാ ഞാൻ ചത്തുപോകോ ചേട്ടാ? ഇല്ലടാ, നീ എന്റെ ചങ്കും ചങ്കായ ചങ്ങാതിയല്ലേ ചേട്ടാ. പറയട്ടാ കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞാ. ചേട്ടാ ചേട്ടൻ വിട്ടിരിക്ക്. ഈ ഛർദിയും ചോരയൊക്കെ ചേട്ടൻ മടിയിലൊക്കെ ആവും. ഇല്ല കുഞ്ഞാ, എനിക്കൊന്നുമില്ല. വേണ്ടേട്ടാ, ചേട്ടൻ വിട്ടിരിക്കെ. നിർത്തിയാടാ. ഇല്ലടാ, നീ എന്റെ ചങ്കും ചങ്കായ ചങ്ങാതിയല്ലേ. എനിക്കൊന്നുമില്ല. അമ്മ അമ്മ പോലെ പറയട്ടാ. കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞാ, നീയും പോയില്ലേ കുഞ്ഞാ? ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോകുമ്പോ കുഞ്ഞാ ഒരു കുഴിയുണ്ടാക്കി ഞാൻ വിട്ടേക്കാം. കുഞ്ഞാ 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 വാവേ. നിന്നെ കുഴിച്ചിടാൻ ഞാനുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ വന്ന ആരുമില്ല കുഞ്ഞാ. വാവേ വാവേ കുഞ്ഞാ കുഞ്ഞാ. പറഞ്ഞേട്ടാ, ഞങ്ങളെപ്പോലുള്ള വലിയ ആളുകളെ പറഞ്ഞിട്ട് വിശ്വസിക്കണ്ട. പക്ഷേ ഈ കുട്ടികളിലെ അൽഫാബേഴ്സിൽ വിശ്വസിച്ച് വന്ന മിടുക്കരായ കുട്ടികളെ അവരെ നമുക്ക് വിശ്വസിക്കാം. പറഞ്ഞേട്ടാ, അവരെ നമുക്ക് വിശ്വസിക്കാം. വിശ്വസിച്ചൂടെ? അവരുടെ കൂട്ടത്തിലുള്ള ഒരു വലിയ മനുഷ്യൻ എഴുതിയ പുസ്തകം ഇത്. സുൽത്താനെ, ഭൂമിയുടെ അവകാശികളാണ് എല്ലാവരും എന്ന് പറഞ്ഞ അങ്ങ് ഞങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല സുൽത്താനെ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്നാലും ഇത് കാലാതിവർത്തിയായിട്ട് സുൽത്താന്റെ ഈ വാക്കുകളുടെ കിടക്കുമല്ലോ. സുൽത്താനെ കൂട്ടുകാരെ, മനുഷ്യന് മാത്രമുള്ള എല്ലാ ഭൂമി എന്നാണ് പറഞ്ഞത് അല്ലേ? എല്ലാവർക്കും ഉള്ളതല്ലേ? അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ? ഒരു വികൃതി കുട്ടി വരുന്നുണ്ട്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മൂക്കൊക്കെ പിടിക്കും. റെഡിയാണോ? യെസ്. അമ്മ, ഈ ജോണെന്നെ ഉപദ്രവിക്കണോ? എന്താ അവിടെ രണ്ടാളും കൂടി ഉണ്ടല്ലോ. അമ്മ പുറത്തേക്ക് പോയതാണ്. എന്താ നിങ്ങളുടെ പരിപാടി? അമ്മ, ജോണെന്നെ ഉപദ്രവിക്കാണ്. അതെ, അമ്മ അവിടെ ഇല്ല, അമ്മ പുറത്തേക്ക് പോയതാ. ഇപ്പൊ അപ്പൂപ്പനോട് പറഞ്ഞ ഒരു കാര്യം. എന്തുപറ്റി? അപ്പൂപ്പ ജോണന്റെ ഈ മുടിയില് പിടിച്ചു വലിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സങ്കടം വരുന്നുണ്ട്, വേദന വരുന്നുണ്ട്. ഓ, അതാണ് കാര്യം. ഇപ്പൊ എന്താ വേണ്ടത്? എനിക്കിത് ഈ ഇഷ്ടത്തെ
പതുങ്ങിയിരിക്കണ കുട്ടികളുടെ മൂക്ക് തുറന്നു. അത് അപകടാവല്ലോ. ഇല്ല, ഞാൻ പോയി നോക്കട്ടെ. സമ്മതമില്ലാതെ അയാളുടെ ദേഹത്ത് തൊടാവോ? പാടുണ്ടോ? ഇപ്പൊ ഗുഡും ഇല്ല ബാഡും ഇല്ല. ഉണ്ടോ? ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഇല്ല. പിന്നെ എന്താ ഉള്ളേ? ഹലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തൊട്ടൂടാ, തോണ്ടിക്കൂടാ, ഉറപ്പാടെ ഉറപ്പാടെ. ഇത് സേഫ് ടച്ചിൻ കാലം. സേഫ് ടച്ചിൻ കാലം. ഉറക്കം പറയൂ. ഓൺലി സേഫ് ടച്ച്. നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ എല്ലാം തൊടുക എന്നുള്ള ആ ഒരു ടേമിനുള്ളിലാണ്. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തൊടുകയോ നോക്കുകയോ, ഞാൻ നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ചേട്ടാ അതൊരു തരം തൊടലാണ് എന്നങ്ങ് പറയണം. മനസ്സിലായോ? ചേച്ചി അതൊരു തരം തൊടലാണ്. നോ, ഞങ്ങള് സേഫ് ടച്ചിനുള്ളിലാണ്. മനസ്സിലായല്ലോ? സേഫ് സോണിലാണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഏറെ സന്തോഷം. അൽഫ വൈബ്സിലെ കഴിഞ്ഞ പ്രാവശ്യം വേർഡ്സിൽ വന്നായിരുന്നു. ഈ പ്രാവശ്യം വരാൻ പറ്റി. അടുത്ത പ്രാവശ്യം വന്നാൽ നമുക്ക് കാണാം. ഹാപ്പി അല്ലേ നിങ്ങളെ? ഞാനും ഈ ഒരു വർഷം മുഴുവൻ ജീവിക്കാനുള്ള ഒത്തിരി എനർജിയുടെ വലിയൊരു ബണ്ടിലുമായിട്ടാണ് ഇവിടെ ഇനി തുടരുന്നത്. ഈ ഇവിടെ വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്നേഹം. അതോടൊപ്പം മാതൃഭൂമിയുടെ ബാലഭൂമിയുടെ ഒക്കെ ഈ ഒരു വലിയ വെഞ്ചറിൻ്റെ കൂടെ ഈ സീസണിലും കൂടാൻ പറ്റിയതിൽ അഭിമാനം, സന്തോഷം. നമുക്കെന്നും ഒന്നിച്ചു പോകാവോ? ഒന്നിച്ചു പോകാം. സേഫായിട്ട് പോവാ അല്ലേ? കഥകൾ വായിക്കുക, അവതരിപ്പിക്കുക, എന്നായിട്ട് ഇംപ്രവൈസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.